എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം. കളിയാക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചാൽ ഉഷാറാകുന്ന ഒരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഒരു മാറ്റം വേണ്ടേ? ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. സമീപകാല സംഭവങ്ങളിൽ ഒന്നെങ്കിലും മത്സരങ്ങളിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെല്ലാം വിഷയങ്ങളിൽ അവൻ പഠിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള സന്ദേശമാണ് ഈ 64ാമത് സ്കൂൾ കലോത്സവം. മനോഹരം, ഗംഭീർ. കൃത്യം 11:30 മത്സരം തുടങ്ങി. ദേ വന്നു. എന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അല്ലേ കൊടുക്കണ്ടു. അപ്പൊ തന്റെ സ്വർണ്ണം ഇല്ലേ? എന്നാ ഉണ്ടാക്കാനുള്ള വിദ്യക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാ. അധികം ബുദ്ധിമുട്ടൊന്നുമല്ലടോ, സാമർത്ഥ്യം ഉണ്ടെങ്കിൽ. നമ്മളെയാണല്ലോ മച്ചമ്പി. വലിയ വലിയ സ്ഥലങ്ങളൊക്കെ, കട്ട്ല, വാതില്, ശില്പങ്ങളൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആർക്കും പൊളിച്ചോണ്ട് പോവാന്നാ പറയണതേ. അധികം നോട്ടൊന്നുമില്ലടോ. താന് വേണമെങ്കിൽ 2-3 കൊണ്ടുപോയിക്കോളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇത്തവണ വേദിയിലെത്തി. റെലവന്റ് ആയിട്ടുള്ള വിഷയമാണല്ലോ. പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? ഉണ്ട്. കോടതി വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കും. ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ട് കാണേണ്ട ഒരു ഐറ്റമാണ് ഇത്. ശരി, ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. മയിലാണ് സന തോന്നിയായിരിക്കും.